Receive the message of truth, Malayalam language. എല്ലാവരും തങ്ങൾ കരുതുന്നതുപോലെ ക്രിസ്ത്യാനികളാണെങ്കിൽ യേശു നിങ്ങളെ സഹോദരന്മാർ എന്ന് വിളിക്കും. എബ്രായർ രാത്രി 2 മണി കഴിഞ്ഞ് 11 വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും എല്ലാവരും ഒന്നിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. പുതിയ നിയമത്തെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ അറിയും. 1 കൊരിന്ത്യർ രാത്രി 2 മണി കഴിഞ്ഞ് 13 മനുഷ്യന്റെ ജ്ഞാനം പഠിപ്പിക്കുന്ന വാക്കുകളിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന വാക്കുകളിലൂടെയാണ് ഞങ്ങൾ ഇവ സംസാരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളെ ആത്മീയവുമായി താരതമ്യം ചെയ്തുകൊണ്ട്. യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 26 എന്നാൽ പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന സഹായകൻ, പരിശുദ്ധാത്മാവ്. അവൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനാലും സത്യത്താലും വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയനാകും. യോഹന്നാൻ വൈകിട്ട് 5 മണി കഴിഞ്ഞ് 19 അവർക്കുവേണ്ടി ഞാൻ എന്നെത്തന്നെ വിശുദ്ധീകരിക്കുന്നു, അങ്ങനെ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടും. റോമർ ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞ് 16 ജാതികളുടെ വഴിപാടു പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടതും സ്വീകാര്യവുമായിത്തീരേണ്ടതിന്. ദൈവത്തിന്റെ സുവിശേഷം ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ജാതികൾക്ക് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് നിങ്ങൾ സത്യാരാധകരാകണം. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 23 സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, കാരണം തന്നെ ആരാധിക്കാൻ പിതാവ് അങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നു. വിശുദ്ധീകരണത്തിന്റെ ഭാഗമായതിനാൽ ഓരോ ക്രിസ്ത്യാനിയും കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 1 പത്രോസ് പുലർച്ചെ 4 മണി കഴിഞ്ഞ് 16 എന്നാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആരെങ്കിലും കഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ ലജ്ജിക്കരുത്. മറിച്ച് ഈ കാര്യത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആരും സ്വാർത്ഥരോ അഹങ്കാരികളോ ആകരുത്. ഫിലിപ്പിയർ അനുപാതം 2:2 സമാന ചിന്താഗതിക്കാരായി, ഒരേ സ്നേഹമുള്ളവരായി, ഏകമനസ്സോടെ എന്റെ സന്തോഷം നിറവേറ്റുക. വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം നിങ്ങൾ ഒരു വിശുദ്ധരാകുന്നു. 1 കൊരിന്ത്യർ രാവിലെ 6 മണി കഴിഞ്ഞ് 19 അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതാണെന്നും നിങ്ങൾ നിങ്ങളുടേതല്ലെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 17 ആരെങ്കിലും ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കിയാൽ ദൈവം അവനെ നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. നിങ്ങൾ ഏത് ആലയമാണ്? എഫെസ്യർ രാത്രി 2 മണി കഴിഞ്ഞ് 20-22 അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറയിൽ പണിതിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് പ്രധാന മൂലക്കല്ല്. 21 അവനിൽ കെട്ടിടം മുഴുവനും ഒന്നിച്ചുചേർന്ന് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. 22 അവനിൽ നിങ്ങളും ആത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി ഒരുമിച്ച് പണിയപ്പെടുന്നു. പക്ഷേ എല്ലാവരും വിശ്വാസികളാണ്, ക്രിസ്ത്യാനിയല്ല. എന്തുകൊണ്ട്? മനുഷ്യൻ തന്റെ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പല വിഭാഗങ്ങളും എല്ലാവരോടും പറയണം. ആർക്കും സത്യത്തിന്റെ ആത്മാവില്ല. യേശുവിന്റെ വഴി മനസ്സിലാക്കാതെ എല്ലാവരും ദൈവത്തെ സ്വന്തം വഴിയിൽ കാണുന്നു. പാസ്റ്റർമാരും നേതാക്കളും തങ്ങളുടെ സഭയുടെ മുന്നിൽ തങ്ങളെത്തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ച് തങ്ങളുടെ സഭയെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. അവർക്ക് പുതിയ നിയമം മനസ്സിലാകുന്നില്ല. ദൈവരാജ്യം എന്താണെന്ന് അവർക്കറിയില്ല. തെറ്റായ വിവരങ്ങൾ നൽകുന്നതിലൂടെ അവർ സമ്പന്നരാകുകയാണ്. ക്രിസ്ത്യൻ പാസ്റ്റർമാരും നേതാക്കളും നൂറുകണക്കിന് വർഷങ്ങളായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിക്കില്ലായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ തുടരും. ക്രിസ്ത്യൻ പാസ്റ്റർമാരും നേതാക്കളും അവരുടെ സഭയിൽ നിന്ന് സമ്പന്നരാകില്ലായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുകയും സത്യം അറിയുകയും ചെയ്യുന്നതിനാൽ അവർക്ക് പുസ്തകങ്ങൾ വിൽക്കാൻ കഴിയില്ല. കാരണം അവർ ക്രിസ്ത്യാനികളാണ്. പാസ്റ്റർമാരും നേതാക്കളും വർഷങ്ങളായി അവരുടെ സഭയുടെയും ടെലിവിഷൻ അനുയായികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിനെതിരെ ദൈവദൂഷണം ചെയ്യുമായിരുന്നില്ല. ലൂക്കോസ് രാവിലെ 6 മണി കഴിഞ്ഞ് 39 അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. കുരുടന്മാർക്ക് അന്ധരെ നയിക്കാൻ കഴിയുമോ? അവർ രണ്ടുപേരും കുഴിയിൽ വീഴില്ലേ? നിങ്ങൾ നിങ്ങളെത്തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുമ്പോൾ സഭയിൽ ഇത്രയധികം കൊലപാതകവും മുൻവിധിയും എന്തുകൊണ്ട്?
ക്രിസ്ത്യാനികളാണെങ്കിൽ പാസ്റ്റർമാരും നേതാക്കളും എന്തിനാണ് ശാരീരിക ജലസ്നാനം നടത്തുന്നത്? സഭയിലെ സ്വവർഗാനുരാഗികളായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളെത്തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിൽ സഭയിലെ പുരുഷന്മാരെ നിയന്ത്രിക്കുന്ന സ്ത്രീ പാസ്റ്റർമാരും നേതാക്കളും എന്തിനാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മേൽ അധികാരം ഉണ്ടായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുരുഷൻ ശാരീരികമായി ക്രിസ്ത്യാനിയാകാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇത് സംഭവിക്കാൻ കഴിയില്ല. റോമർ അനുപാതം 8:8 പറഞ്ഞിരിക്കുന്നതുപോലെ, അപ്പോൾ ജഡത്തിലുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആത്മീയമായി മാത്രമേ ക്രിസ്ത്യാനിയാകാൻ കഴിയൂ. ഒരു ക്രിസ്ത്യാനിയാകാൻ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ആവശ്യമാണ്. മത്തായി അനുപാതം 28:19-20 നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനം നൽകുന്നു. മത്തായി അനുപാതം 28:19-20 പറയുന്നു, അതിനാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുക. 20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇതാ, ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്, യുഗാന്ത്യം വരെ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവും സത്യാത്മാവും ഉള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് ദൈവം വ്യക്തമാക്കുന്നു. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 23:24 പറയുന്നു, എന്നാൽ സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു, കാരണം തന്നെ ആരാധിക്കാൻ പിതാവ് അങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നു. 24 ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. 1 കൊരിന്ത്യർ രാത്രി 2 മണി കഴിഞ്ഞ് 14. എന്നാൽ സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല, കാരണം അവ അവന് ഭോഷതമാണ്. അവ ആത്മീയമായി വിവേചിച്ചറിയാവുന്നതിനാൽ അവന് അവ അറിയാനും കഴിയില്ല. ദരിദ്രരെ സഹായിക്കാൻ നിങ്ങളുടെ വരുമാനത്തിന്റെ പകുതി നൽകുന്നതിലൂടെ നിങ്ങൾക്ക് മനുഷ്യന്റെ അഭിപ്രായത്തിൽ പൂർണ്ണ വ്യക്തിയാകാൻ കഴിയും. നിങ്ങൾ ഓരോ ആഴ്ചയും പലതവണ പള്ളിയിൽ പോകുകയും വ്യത്യസ്ത ക്ലബ്ബുകളിൽ പെടുകയും മദ്യപിക്കുകയോ മോശം ഭാഷ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരോടും ബഹുമാനമുള്ളവനാണ്, നിങ്ങളുടെ അയൽക്കാരെ സഹായിക്കുന്നു. പ്രചോദനത്തിനായി നിങ്ങൾ എല്ലാ ദിവസവും പഴയ നിയമ തിരുവെഴുത്തുകൾ നിരന്തരം വായിക്കുന്നു. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പുതിയ നിയമം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വളരെക്കാലം ജീവിച്ചു, ഒടുവിൽ മരിച്ചു. ആളുകൾ പറയുന്നു, നിങ്ങൾ ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന്. ഒന്നാമതായി, നിങ്ങളുടെ ഭൗതിക ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. രണ്ടാമതായി, ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും ഒപ്പം നടക്കാൻ നിങ്ങൾ ഒരു വിശുദ്ധനായിരിക്കണം. യേശു വരുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് എന്നിവ സ്വീകരിക്കാൻ കഴിയില്ല. അവ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാനും പിന്നീട് ഒരു വിശുദ്ധനാകാനും ആവശ്യമാണ്. യോഹന്നാൻ അനുപാതം 3:6 ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്. നിങ്ങൾക്ക് ജഡവും ആത്മാവും കലർത്താൻ കഴിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഭൗതിക ശരീരത്തെ നിങ്ങളുടെ ആത്മശരീരവുമായി കലർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ആത്മീയമായി മാത്രമേ ഒരു ക്രിസ്ത്യനാകാൻ കഴിയൂ.